അധ്യായം 23. ദാവീദിന്റെ അന്ത്യവാക്യങ്ങളാവിത്. ഈശായി പുത്രൻ ദാവീദ് ചൊല്ലുന്നു. ഔന്നത്യം പ്രാപിച്ച പുരുഷൻ ചൊല്ലുന്നു. യാക്കോബിൻ ദൈവത്താൽ അഭിഷിക്തൻ, ഇസ്രായേലിൻ മധുരഗായകൻ തന്നെ. യഹോവയുടെ ആത്മാവിനെ സംസാരിക്കുന്നു, അവന്റെ വചനം എന്റെ നാവിന്മേലിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവം കൽപ്പിച്ചു, ഇസ്രായേലിൻ പാറ എന്നോട് അരുളി ചെയ്തു. മനുഷ്യരെ നീതിമാനായി ഭരിക്കുന്നവൻ, ദൈവഭയത്തോടെ വാഴുന്നവൻ. മേഘമില്ലാത്ത പ്രഭാതകാലത്ത് സൂര്യോദയത്തിങ്കിലെ പ്രകാശത്തിന് തുല്യൻ. മഴയ്ക്ക് മുമ്പ് സൂര്യകാന്തിയാൽ ഭൂമിയിൽ മുളയ്ക്കുന്ന ഇളംപുല്ലിന് തുല്യൻ. ദൈവസന്നിധിന്റെ ഗ്രഹം അതുപോലെയല്ലയോ? അവൻ എന്നോട് ഒരു ശാശ്വത നിയമം ചെയ്തുവല്ലോ. അതെല്ലാറ്റിലും സ്ഥാപിതവും സ്ഥിരവുമായിരിക്കുന്നു. അവൻ എനിക്ക് സകല രക്ഷയും വാഞ്ചയും തഴപ്പിക്കുകയില്ലയോ? എന്നാൽ സകല നീചന്മാരും എറിഞ്ഞുകിടക്കുന്നതും കൈകൊണ്ട് പിടിച്ചുകൂടാത്തതുമായ മുള്ളുപോലെയാകുന്നു. അവയെ തൊടുവാൻ തുനിയുന്നവൻ ഇരുമ്പും കുന്തപ്പിടിയും ധരിച്ചിരിക്കണം. അവയെ അവ കിടക്കുന്നിടത്ത് തന്നെ തീവെച്ച് ചുട്ടുകളയണം. ദാവീദിനുണ്ടായിരുന്ന വീരന്മാരുടെ പേരുകളാവിത്. തഹ്കെമോനിയൻ യോബേശ് ബെസെബത്ത്, അവൻ നായകന്മാരിൽ തലവൻ. 800 പേരെ ഒരേ സമയത്ത് ആക്രമിച്ചു കൊന്ന യസ്ത്യൻ അദീനോ ഇവൻ തന്നെ. അവന്റെ ശേഷം ഒരു അഹോഹിന്റെ മകനായ ദോദാദിയുടെ മകൻ എലെയാസർ. അവൻ ഫെലിസ്ത്യർ യുദ്ധത്തിന് കൂടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഇസ്രായേലിൽ പോയി കളഞ്ഞപ്പോൾ ദാവീദിനോടുകൂടെ നിന്ന് ഫിലിസ്ത്യരെ വെല്ലുവിളിച്ച 3 വീരന്മാരിൽ ഒരുത്തനായിരുന്നു. അവൻ എഴുന്നേറ്റ കൈ തളർന്ന് വാളോട് പറ്റിപ്പോവും വരെ ഫിലിസ്ത്യരെ വെട്ടി. അന്ന് യഹോവ വലിയൊരു ജയം നൽകി. കൊള്ളയിടുവാൻ മാത്രമേ പടജനം അവന്റെ അടുക്കൽ മടങ്ങി വന്നുള്ളൂ. അവന്റെ ശേഷം ഹാരാര്യനായ ആഗയുടെ മകനായ ശമ്മ ഒരിക്കൽ ചെറുപയറുള്ള ഒരു വയലിൽ കവർച്ചയ്ക്ക് ഫിലിസ്ത്യർ കൂടി വന്നപ്പോൾ ജനം ഫിലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. അവനോ വയലിന്റെ നടുവിൽ നിന്ന് അതിനെ കാത്ത് ഫിലിസ്ത്യരെ വെട്ടി. യഹോവ വലിയൊരു ജയം നൽകി. 30 നായകന്മാരിൽ 3 പേർ കൊയ്ത്തുകാലത്ത് അതുല്ലാം ഗുഹയിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നു. ഫിലിസ്ത്യരുടെ സൈന്യം രെഫായിം താഴ്വരയിൽ പാളയമിറങ്ങിയിരുന്നു. അന്ന് ദാവീദ് ദുർഗത്തിലായിരുന്നു. ഫിലിസ്ത്യർക്ക് ബേത്ലഹേമിൽ അക്കാലത്ത് ഒരു കാവൽ പട്ടാളം ഉണ്ടായിരുന്നു. ബേത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം എനിക്ക് കുടിപ്പാൻ ആര് കൊണ്ടുവന്ന് തരുമെന്ന് ദാവീദ് ആർത്തിപൂണ്ട് പറഞ്ഞു. അപ്പോൾ ആ 3 വീരന്മാരും ഫിലിസ്ത്യരുടെ പാളയത്തിൽ കൂടി കടന്നിയെന്ന് ബേത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനത് കുടിപ്പാൻ മനസ്സില്ലാതെ യഹോവയ്ക്ക് നിവേദിച്ച് ഒഴിച്ചു. യഹോവേ, തങ്ങളുടെ പ്രാണനെ ഉപേക്ഷിച്ചു പോയ പുരുഷന്മാരുടെ രക്തം ഞാൻ കുടിക്കുകയോ? ഈ ചെയ്യുവാൻ എനിക്ക് സംഗതി വരരുതേ എന്ന് പറഞ്ഞു. അത് കുടിപ്പാൻ അവന് മനസ്സില്ലായിരുന്നു. ഇതാകുന്നു ഈ 3 വീരന്മാർ ചെയ്തത്. യോവാവിന്റെ സഹോദരനും സെരൂയയുടെ മകനുമായ അബീശായി 3 പേരിൽ തലവനായിരുന്നു. അവൻ തന്റെ കുന്തത്തെ 300 പേരുടെ നേരെ ഓങ്ങി അവരെ കൊന്നു. അതുകൊണ്ട് അവൻ 3 വെച്ച് കീർത്തി പ്രാപിച്ചു. അവൻ 3 മാനമേറിയവനായിരുന്നു. അവർക്ക് തലവനായി തീർന്നു. എന്നാൽ അവൻ മറ്റേ 3 വരികയില്ല. കബ്സേലിൽ ഒരു പരാക്രമശാലിയുടെ മകനായ യഹോയാദയുടെ മകൻ ബെനായാവും വീര്യപ്രവൃത്തികൾ ചെയ്തു. അവൻ മോവാബിലെ അരിയേലിന്റെ 2 പുത്രന്മാരെ സംഹരിച്ചതുമല്ലാതെ ഹിമകാലത്തൊരു ഗുഹയിൽ ചെന്ന് ഒരു സിംഹത്തെയും കൊന്നുകളഞ്ഞു. അവൻ കോമളനായ ഒരു മിസ്രൈമിനെയും സംഹരിച്ചു. മിസ്രൈമിന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. അവനൊരു വടിയും കൊണ്ട് അവന്റെ അടുക്കൽ ചെന്ന് മിസ്രൈമിന്റെ കയ്യിൽ നിന്ന് കുന്തം പിടിച്ചു പറിച്ച് കുന്തം കൊണ്ട് അവനെ കൊന്നു. ഇത് യഹോയാദയുടെ മകനായ ബെനായാവ് ചെയ്തു. 3 വീരന്മാർ കീർത്തി പ്രാപിച്ചു. അവൻ 30 പേരിൽ മാനമേറിയവനായിരുന്നുവെങ്കിലും മറ്റേ 3 പേരോളം വരികയില്ല. ദാവീദ് അവനെ അകമ്പടി നായകനാക്കി. യോവാവിന്റെ സഹോദരനായ അസാഹേൽ 30 പേരിൽ ഒരുത്തനായിരുന്നു. അവർ ആരെന്നാൽ ബേത്ലഹേമിനായ ദോദാവിന്റെ മകൻ എൽഹാനാൻ, ഹാരോദ്യൻ ഷമ്മ, ഹാരോദ്യൻ എലീക്ക, പൽത്യൻ ഹെലസ്, തെക്കോബിനായ ഇക്കേശിന്റെ മകൻ ഈര, അനാദോത്യൻ അബിയേസർ, ഹുഷാത്യൻ, മെബൂനായി, അഹോഹ്യൻ സൽമോൻ, നെത്തോഫാത്യൻ മഹാരായി, നെത്തോഫാത്യനായ ബാനയുടെ മകൻ ഹെലെബ്, ബെന്യാമീരുടെ ഗിബിയിൽ നിന്നുള്ള രിബായിയുടെ മകൻ ഇത്തായി, പിരാധോന്യൻ ബെനയ്യാവ്, നഹലേഗാശുകാരൻ ഹിദായി, അർബാത്യൻ അബി അബ്ബോൻ, ബർഹൂമ്യൻ അസ്മാവെത്ത്, ഷാൽബോന്യൻ ഏലിയാഹ്ബ, യാശേന്റെ പുത്രന്മാർ യോനാദാൻ, ഹരാര്യൻ ഷമ്മ, ഹരാര്യനായ ഷാരാരിന്റെ മകൻ അഹീര, മാക്യാത്തിന്റെ മകനായ അഹസ്ബായിയുടെ മകൻ എലീഫേലെത്ത്, ഗീലോനിയനായ അഹിത്തോഫലിന്റെ മകൻ എലിയ, കർമേലിയൻ ഹെസ്രോ, അർബ്യൻ പാറായി, ശോഭാക്കാരനായ നാദാന്റെ മകൻ ഇഗാൽ, ഗാദ്യൻ ബാനി, സെരുവയുടെ മകനായ യോവാബിന്റെ ആയുധവാഹകന്മാരായ അമ്മോന്യൻ സേലക്, ബെരോത്യൻ നഹരായി, ഇത്രയൻ ഈര, ഇത്രയൻ ഗാര, ഹിത്യൻ ഊരിയാവ്, ഇങ്ങനെ ആകെ 37 പേർ.